ആ മോനെ ഇങ്ങ് പോര്, അത് ലോക്കാം. ശ്രീ അവൻ നോക്കി ചിരിച്ചുകൊണ്ട് കയ്യാട്ടി വിളിച്ചു. റാം അത് കണ്ട് ദേഷ്യത്തോടെ അലറി അവിടെയുള്ള ഫ്ലവർ വേസ് എടുത്തെറിഞ്ഞ് പൊട്ടിച്ച്. ചേട്ടന് ഇച്ചിരി ദേഷ്യം കൂടുതലാ, അത് വൈകാതെ ഞങ്ങൾ കുറച്ചു നേരം കേട്ടോ, അതുവരെ യു കണ്ടിന്യൂ. ആൽവി അതും പറഞ്ഞുകൊണ്ട് കാലിൽ കയറ്റി വെച്ചിരുന്നു. പെട്ടെന്ന് വാതിലിന്റെ ലോക്ക് മാറുന്ന ശബ്ദം കേട്ടതും റാം അടക്കം എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. വാതിൽ മലർക്കെ തുറന്നു അന്തരീക്ഷത്തിൽ പുകച്ചിരുളുകൾ പ്രത്യക്ഷപ്പെട്ടു. ഡോവിഡ് ഓഫ് സിഗരറ്റിന്റെ ഗന്ധം അവിടെ വ്യാപിച്ചു. അതിനിടയിലൂടെ റാം കണ്ടു കണ്ണിൽ പകയുമായി വരുന്ന തന്റെ ഉറ്റ ശത്രുക്കൾ. കാശിനാഥ്, ആ പേര് പോലും അവന്റെ ഉള്ളിൽ ഭീതി ഉണർത്തി. അകത്തേക്ക് പ്രവേശിക്കുന്നതിനൊപ്പം കാശി ഒരു വട്ടം കൂടി പുകവലിച്ചു വിട്ടു ആ സിഗരറ്റ് തന്റെ ഇടതുവശത്ത് നിൽക്കുന്ന കിച്ചുവിന് കൈമാറി. അവൻ റാമിനെ തന്നെ നോക്കിക്കൊണ്ട് അത് ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു. അവർ രണ്ടുപേരും അകത്തേക്ക് വരുന്നുണ്ട്. റാം രണ്ടടി പിന്നിലേക്ക് നീങ്ങി. കിച്ച് അവിടുന്ന് പിന്തിരിയാതെ തന്നെ വാതിൽ ചേർത്തടച്ച് ലോക്ക് ചെയ്തു. റാമിന്റെ കണ്ണുകൾ വെപ്രാളത്തോടെ രക്ഷപ്പെടാൻ ഒരു പഴുതന്വേഷിച്ചുകൊണ്ടിരുന്നു. ആഹാ, നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കായിരുന്നോ? ഞങ്ങളൊന്നും അറിയില്ലാന്ന് വിചാരിച്ചോടാ പന്ന മോനെ. കാശി അലറിക്കൊണ്ട് റാമിന്റെ നെഞ്ചു കൂടി നോക്കി ചവിട്ടി വീഴ്ത്തി. ഞങ്ങളുടെ ചെക്കനെ കൊല്ലാൻ നോക്കിയ നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്ന് കരുതിയോടാ. കാശി വീണ്ടും അവനെ നെഞ്ചിൽ ആഞ്ഞ് ചവിട്ടി. റാമിന്റെ വായിൽ നിന്ന് വേദനയാൽ ശബ്ദം പുറത്തു വന്നു. കാശി വീണ്ടും അവനെ അടിക്കാൻ നോക്കിയത് കിച്ചു അവനെ തടഞ്ഞു. നീ ഇങ്ങനെ ആവേശം കാണിക്കാതെ കാശി, ഇതിനു മുന്നേ നമുക്ക് ചെറിയൊരു സെറ്റിൽമെന്റ് കൂടെ അല്ലേ, അത് തീർക്കണ്ടേ? കിച്ചു സാഹിലിനെ നോക്കിയാണ് അത് പറഞ്ഞത്. അവന്റെ കണ്ണുകൾ അപ്പോഴും അടികൊണ്ട് പുളഞ്ഞെടുക്കുന്ന റാമിലായിരുന്നു. കിച്ചുവും കാശി അപ്പോഴേക്ക് അവന്റെ മുമ്പിൽ വന്നു നിന്നു. കാശിയുടെ കൈ അവന്റെ ചുമലിൽ പതിഞ്ഞു. അവൻ പേടിയോടെ അവർ നോക്കി. ഓഹ് ബ്രോ, എന്നെ അടിയാ അടിച്ചത്, ഇങ്ങനെ പോയവൻ ജീവനോട് ഉണ്ടാവോ? ഹൊറിബിൾ. സാഹിൽ ഒരു പ്രത്യേക ഭാഗത്തിൽ പറഞ്ഞു. റാം ഒഴികെ അവിടെ ഉള്ള എല്ലാവരും ചിരിച്ചു. എന്താ നിനക്ക് എടുക്കട്ട് വരണം? കിച്ചു മീശി പിരിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ടായേ, സാഹിൽ തൊഴുതുകൊണ്ട് പറഞ്ഞു. റാം എന്താണ് നടക്കുന്നതെന്നറിയാതെ നെഞ്ചും തടവി അവരെ തന്നെ നോക്കി. അവൻ നോക്കുന്നുണ്ടോ ദേവ് എഴുന്നേറ്റ് അവന്റെ അടുത്ത് കുഞ്ഞിരുന്നു. അളിയൻസ്, ഈ പൈതലിനൊന്നും കത്തിയില്ലാന്ന് തോന്നുന്നു. അവൻ റാമിനെ ആക്കിക്കൊണ്ട് ബാക്കിയുള്ളവരോട് വിളിച്ചു പറഞ്ഞു. ഇതിലിപ്പോ എന്ത് മനസ്സിലാക്കായിരിക്കുന്നു റാമേ? നിന്റെ വഴി ഞങ്ങളും സ്വീകരിച്ചു. നീ അന്ന് എന്തോ പറഞ്ഞിരുന്നില്ലോ, ആ കിട്ടി. 2 മുട്ടനാടിനെ തമ്മിൽ തല്ലിച്ച് ചോരൊടിക്കുന്ന ചെന്നായി എന്നോ മറ്റോ. അത്രക്കൊന്നും വരില്ലെങ്കിലും ഞങ്ങളും ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പ്ലാനും സക്സസ് ആയി. അതുകൊണ്ടാണല്ലോ നീ ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണേ. കിച്ചു സെറ്റ് ചെയ്യുന്നോട് പറഞ്ഞു. സാഹിൽ നിന്നെ ക്ലബിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും നിന്റെ കൂടെയുള്ള മറ്റന്മാരെ പോലെയല്ല, ഇച്ചിരി ആത്മാഭിമാനമുള്ള കൂട്ടത്തിലാണ്. പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ആവേശം കാണിച്ച് നിന്റെ കൂടെ കൂടിയെങ്കിലും സംഗതി കുറച്ച് കൊനിഷ്ഠ പിടിച്ച പരിപാടിയെന്ന് അറിഞ്ഞത് അവൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാത്തു നിൽക്കുമായിരുന്നു. പക്ഷെ നിന്നെ ചൊടിപ്പിക്കുന്നത് നല്ലതല്ലെന്നും ഇവനറിയാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇവനെ ചെന്ന് കാണുന്നത്. റാമിനെതിരെ എന്റെ കയ്യിൽ തെളിവുണ്ടെന്നും കുടുങ്ങുമ്പോൾ നീ കൂടി കുടുങ്ങിയത് പറഞ്ഞു. പിന്നെ ഇവനെ പേടിയായി. അവസാനം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ സമ്മതിച്ചു. ഇവൻ വഴി നിനക്കെതിരെയുള്ള തെളിവുകൾ പിന്നെയും ഞങ്ങൾ കിട്ടി, വീഡിയോസും നിന്റെ ഒരു വോയിസും അടക്കം. കാശി റാമിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. റാം കത്തുന്ന കണ്ണോടെ സാഹിലിനെ നോക്കി. കൂടെ നിന്ന് ചതിക്കുന്നോ? റാം എഴുന്നേറ്റ് സാഹിലിനെ അടിക്കാനായി പാഞ്ഞു വന്നു. പക്ഷേ അതിനുമുമ്പേ കിച്ചുവന്റെ കരണ് നോക്കി ഒന്ന് പുകച്ച്. അവൻ അടിക്കാൻ നീ ആരടാ? നിനക്കിപ്പോ മനസ്സിലായോടാ? കൂടെ നിന്ന് ചതിക്കുന്നതിന്റെ വേദന. അവൻ തല്ലാൻ വന്നേക്കുന്നു, ഉളുപ്പുണ്ടോടാ നിനക്ക്? കിച്ചു അവന്റെ നെഞ്ചിൽ കൈവച്ച് പിന്നോട്ട് തള്ളി. സാഹിലേ, നീ പൊക്കോ, ഞങ്ങൾക്കിവിടെ ചെറിയൊരു പണിയുണ്ട്. പിന്നെ നിന്റെ ആൾക്കാർ പുറത്തില്ലേ? ഉണ്ട് കാശി, എന്നാ ശരി, ഞാൻ പോവാം. പിന്നെ എന്നെ കുരിക്കലിൽ നിന്ന് രക്ഷിക്കുമല്ലോ, ഞാൻ വിശ്വസിച്ചോട്ടെ. നിനക്ക് ഞങ്ങൾ 100% വിശ്വസിക്കാം, നീ പോയിക്കോ. സാഹിൽ റാമിനെ നോക്കി പുറത്തേക്ക് പോയി. ആ കൂട്ടത്തിൽ റാമിൻ രക്ഷപ്പെട്ട് ഓടാൻ നോക്കി. പക്ഷേ കാശി അടുത്തിരുന്ന ചെയർ അവന്റെ മേലേക്ക് വലിച്ചെറിഞ്ഞു. ചെയറിന്റെ കൂട്ടത്തിൽ റാമു നിലത്തേക്ക് പതിച്ചു. അവന്റെ ചുണ്ടുപൊട്ടി ചോരലിച്ചിരുന്നു. കിച്ചുവന്റെ അടുത്ത് വന്നിരുന്നു അവന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് തലയുയർത്തി. അങ്ങനെ അങ്ങ് രക്ഷപ്പെടാന്ന് കരുതിയോ? അപ്പൊ നമ്മൾ തമ്മിലുള്ള കണക്കെപ്പോൾ തീർക്കും? നിന്റെ കള്ളക്കഥ കേട്ട് നിന്നെ എൻ്റെ ഒപ്പം കൂടെ കൂട്ടിയതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നീ എന്താ പറഞ്ഞേ? പണമുണ്ടാക്കേണ്ട തിരക്കിൽ അച്ഛനും അമ്മയ്ക്കും നിന്നെ സ്നേഹിക്കാൻ സമയമില്ലെന്നോ? ഞങ്ങൾ അറിഞ്ഞടാ നിന്നെ പറ്റിയെല്ലാം. ആ പാവ അച്ഛനെ അപകടപ്പെടുത്തി കൊല്ലാൻ നോക്കിയല്ലടാ നീ പണത്തിന് വേണ്ടി. നിന്റെ വഴിവിട്ട കൂട്ടുകെട്ടും പൈസയുടെ ദൂർത്തും കാരണം അദ്ദേഹം നിനക്ക് നൽകുന്ന പണത്തിന് മുടക്ക് വരുത്തിയതുകൊണ്ടും നിന്നെ ശിക്ഷിച്ചതിന്റെ പേരിലല്ലേ നീ അദ്ദേഹത്തെ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കി. പക്ഷേ ദൈവമുണ്ടടാ, അതാ അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെയാ നിന്റെ പേരിൽ സ്വത്തൊന്നും എഴുതി വെക്കാതെ എല്ലാ അനിയത്തി കൊടുത്ത് നിന്നെ നടതള്ളിയത്. ആണുണ്ടടാ ആയ നിനക്ക്. കിച്ചുവിന്റെ കയ്യൊന്നാഞ്ഞു റാവന്റെ കാലിൽ പിടിച്ച് വലിച്ച് താഴേക്ക് തള്ളിയിട്ടു. അവർ 4 പേരും കിച്ചിനെ പിടിക്കാനായി മുന്നേറ്റേക്ക് വന്നു. കിച്ചു അത് കൈകൊണ്ട് വിലക്കി. അതേടാ, എനിക്ക് നാണമില്ല, അതിന് നിനക്കൊക്കെ എന്താടാ? റാം നിലത്തുനിന്ന് എഴുന്നേറ്റ് ചീറിക്കൊണ്ട് കിച്ചുവിന്റെ നേരെ ചെന്ന് കോളിൽ പിടിച്ചു വലിച്ച്. നീയൊക്കെ ഒറ്റ തന്തൊക്കെ പറഞ്ഞവരാണെങ്കിൽ ഒറ്റക്കൊറ്റക്ക് വാടാ എന്നെ എതിർക്കാൻ, അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഷോ കാണിക്കാൻ നിൽക്കരുത്. റാം എല്ലാവരെയും നോക്കിക്കൊണ്ട് അലറി. ഒറ്റ തന്തയ്ക്ക് തന്നെയാടാ പിറന്ന്, അല്ലാതെ നിന്നെ പോലെ തന്തയ്ക്ക് ഉറപ്പിക്കാൻ ഉണ്ടായതല്ല. ആൽവി അവൻ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നീയൊക്കെ എന്നോട് കളിക്കാൻ നിൽക്കരുത്.
ഇത്രയും കാലം നിന്നെയൊക്കെ പൊട്ടന്മാരാക്കി ജീവിക്കാൻ കഴിയുമെങ്കിൽ ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. നിനക്കൊന്നൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അവരോട് വാചകസരം നടത്തുന്നുണ്ടെങ്കിലും ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെന്ന് റാമിന് ഉറപ്പുണ്ടായിരുന്നു. കിച്ചു അപ്പോഴേക്ക് അവന്റെ കൈപിടിച്ച് എഴുന്നേറ്റിരുന്നു. ഇവരിൽ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ അവരുടെ ശ്രദ്ധ അയാളിലേക്ക് മാറുന്ന സമയം തനിക്ക് രക്ഷപ്പെടാമെന്ന് റാം മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ടിരുന്നു. അവരിൽ ഇപ്പോൾ വീക്ക് കിച്ചു തന്നെയാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ റാം കിച്ചുവിനെ ലക്ഷ്യം വെച്ച്, നിന്റെ മറ്റവളുണ്ടല്ലോ ആ വൈഷ്ണവി, അവളെ ഞാനൊന്ന് അനുഭവിക്കുന്നത് കരുതിയിട്ട് കാലം കുറയായി. എന്ത് പാടാവള്. കിച്ചുവിനെ നോക്കി റാമത് പറഞ്ഞു. കിച്ചുവിനേക്കാൾ മുമ്പ് കാശിയുടെ രണ്ട് കൈയും അവന്റെ രണ്ട് കവിളിലും മാറി മാറി പതിഞ്ഞിരുന്നു. എന്റെ പെങ്ങളെ പറ്റി തോന്നിയാസം പറഞ്ഞ ചേറ്റേ. കിച്ചു അവന്റെ വയറ്റിൽ മുട്ടുകാൽ കയറ്റി അവനെ ചവിട്ടി വീഴ്ത്തി. റാമിന്റെ ചുണ്ടിൽ അപ്പോഴും പുഞ്ചിരി ഉണ്ടായിരുന്നു. തന്റെ ലക്ഷ്യം നിറവേറാൻ പോകുന്നതിന്റെ സന്തോഷം. റാം അവിടെയുള്ള ടേബിൾ കൈകുത്തി എഴുന്നേറ്റ് നിന്നു. അവൻ എഴുന്നേൽക്കുന്നതിന് കൂടെ ടേബിൾ ഫ്രൂട്ട്സിന്റെ അടുത്ത് വെച്ച കത്തി കൈക്കലാക്കിയിരുന്നു. അവനത് കയ്യിൽ ഒളിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. പക്ഷേ കാശി അവൻ കയ്യിലെന്തോ കരുതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. റാം കിച്ചുവിനെ നേരെ നടന്നെടുത്തു. കാശിക്ക് അപ്പോഴേക്കും അവന്റെ ലക്ഷ്യം കിച്ചുവാണെന്ന് മനസ്സിലായിരുന്നു. കാശി വേഗം കിച്ചുവിന്റെ അടുത്തേക്ക് ചെന്ന് റാം അപ്പോഴേക്കും കത്തി വീശിയിരുന്നു. കാശി കിച്ചുവിനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ഒരു കൈ കൊണ്ട് റാമിനെ തടയാൻ നോക്കി. പക്ഷേ കത്തി കാശിയുടെ കയ്യിൽ പോതി ചോര വരുത്തിയിരുന്നു. ശ്രീ വന്ന് റാമിന്റെ കയ്യിലെ കത്തി ചവിട്ടി വീഴ്ത്തി. ആൽവിയും ദൈവം അപ്പോഴേക്കും നിലത്ത് വീണ കിച്ചുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു. റാം അതും പറഞ്ഞ് കാശി അടിക്കാൻ വന്നു. പക്ഷേ കാശി അവന്റെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് അവന്റെ പിന്നിൽ വന്നിരുന്നു അവന്റെ മുട്ടുകാൽ നോക്കി ചവിട്ടി. റാം മുട്ടിൽ തറയിലിരുന്ന് പോയി. ആ സമയം കൊണ്ട് തന്നെ കാശി അവനെ തിരിച്ചു പിടിച്ച കൈ ഒന്നുകൂടെ മുറുക്കി വരിഞ്ഞ് തോളയിൽ നോക്കി ആഞ്ഞ് ചവിട്ടി. എല്ല് നുറുങ്ങുന്ന പോലെയുള്ള ശബ്ദത്തിനൊപ്പം റാമിന്റെ ആർത്തനാദം അവിടെ മുഴങ്ങി. അവൻ നിലത്ത് കിടന്ന് നിറങ്ങി. കിച്ചു വേഗം കാശിയുടെ അടുത്തേക്ക് ചെന്നു അവന്റെ കയ്യിൽ മുറിഞ്ഞെടുത്ത് നോക്കി മുണ്ണിന്റെ അറ്റത്തുനിന്ന് തുണി കീറി അവിടെ കെട്ടിവെച്ചു. ഹോസ്പിറ്റൽ പോടാ, കിച്ചു അവൻ നോക്കി വേവലാതിയോടെ പറഞ്ഞു. ഇത് ചെറിയ മുറിവല്ലേടാ, നമുക്കാദ്യം ഇവന് കൊടുക്കാളെ കൊടുക്കണം, എന്നിട്ട് മതി ബാക്കിയല്ല. കാശി അത് പറഞ്ഞ് റാമിനെ നോക്കി. കിച്ചു റാമിന്റെ അടുത്ത് നിന്ന് അവന്റെ അടിവയറ്റിൽ നോക്കി ആഞ്ഞ് ചവിട്ടി. റാം വേദന കൊണ്ട് പുളഞ്ഞു. ഇനി നിന്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് എന്റെ പെണ്ണിന്റെ പേരുച്ചരിച്ച ആ നാവ് ഞാൻ അറിയും, കേട്ടോടാ നാറി. ഇവനെ വേറെ ആരും വേദനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ എന്റെ മുന്നിലിട്ട് അവനെ ഉപദ്രവിച്ച ഞാൻ നോക്കി നിൽക്കുമോ? കിച്ചു വീണ്ടും അവന്റെ അടിവയറ്റിൽ ചവിട്ടി. പിന്നെ കിച്ചുവിന്റെ താണ്ഡവായിരുന്നു അവിടെ. വേദന കൊണ്ട് റാമിന്റെ നാവിൽ നിന്ന് അസഭ്യം കേട്ടത് കിച്ചു സമനില തെറ്റി അവന്റെ കൊങ്ങക്ക് പിടിച്ചു. റാം ശ്വാസം മുട്ടി അവന്റെ കൈ പിടിച്ചു മാറ്റാൻ നോക്കി. രക്ഷയില്ലെന്ന് കണ്ടതും അടിയുടെ ഇടയിൽ നിലത്ത് വീണെടുക്കുന്ന ഫോട്ടോ ഫ്രെയിം കയ്യിലെടുത്തു. റാം അത് അവന്റെ മുഖത്തേക്ക് ആഞ്ഞു വീശി. കിച്ചുവിന്റെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞു. അവന് റാമിനോടുള്ള ദേഷ്യം വീണ്ടും ഇരട്ടിച്ചു. കിച്ചു പിന്നെ അവന്റെ നേരെ ചെന്നു എല്ലാവരും കൂടെ കിച്ചുവിനെ പിടിച്ചു മാറ്റി. അവനെ കൊന്നിട്ട് നീ ജയിലിൽ പോകാനാണോ? അപ്പൊ എന്റെ പെങ്ങളെ ഞാൻ എന്ത് ചെയ്യണടാ? കാശി കിച്ചുവിനെ നേരെ ദേഷ്യത്തിൽ ചോദിച്ചു. കിച്ചു ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. റാമിന്റെ കാലും കൈ കൊടിഞ്ഞിരുന്നു. പുറത്തുനിന്ന് അധികം പരിക്കൊള്ളുന്നില്ലെങ്കിലും ഉള്ളിൽ ചതവ് ഒടിയും കൂടി നിറഞ്ഞിരുന്നു. ഡാ, നീ പുറത്തേക്ക് നാമാരുടെ പണി തുടങ്ങിക്കോളാൻ പറ. കാശി കഴുത്തിൽ പിടിച്ച് ആഞ്ഞ് ശ്വാസം എടുക്കുന്ന റാമിനെ നോക്കിക്കൊണ്ട് ആൽവിയോട് പറഞ്ഞു. ആൽവി പുറത്തുള്ള രണ്ടുപേരോട് എന്തോ ചെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്മാർ വന്ന് വീടിന്റെ ഫ്രണ്ടിലെ ജനലും ചെയറുമൊക്കെ അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങി. റാം സംശയത്തോടെ അവരെ നോക്കി. നോക്കേണ്ട, നിനക്കുള്ള പണി തന്നെയാ വീട് കയറി അതിക്രമം. ഇതേ കിച്ചുവിന്റെ വീടാ. നീയും നിന്റെ ആളുകളും വീട് കയറി അതിക്രമിച്ച് രണ്ടാമത് കിച്ചുവിന് നേരെ വധശ്രമം നടത്തി. ഈ നിൽക്കുന്ന രണ്ടുപേര് കൂട്ടുപ്രതി, അതായത് ഞങ്ങൾ നിന്നെ കുടുക്കാൻ വേണ്ടി പറഞ്ഞ് ഏർപ്പാടാക്കിയ വാടക ഗുണ്ടകൾ. പോലീസ് ഇപ്പോൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും കൂടെ നിന്നെ കുടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീട് തന്നെ ഞങ്ങൾ തെരഞ്ഞെടുത്തത്. എന്തൊക്കെ കുറ്റാണ് മോനെ നിന്റെ പേരിൽ? താങ്ങില്ലല്ലോ നീ. വധശ്രമം, ഇല്ലീഗൽ ഡ്രഗ് ട്രാഫിക്കിംഗ്, വീട് കയറി അതിക്രമം, 10-12 കൊല്ലത്തേക്ക് അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ടേ. കാശി പറയുന്നിട്ട് റാം ദേഷ്യം കൊണ്ട് അലറി. വിടില്ല, ഒന്നിനെയും വിടില്ല ഞാൻ. റാം ചീറിക്കൊണ്ട് പറഞ്ഞു. പോലീസ് വാഹനം വീട്ടുമുറ്റത്ത് വന്നു നിന്നു. എസ്ഐയും പോലീസുകാരും വീടിന്റെ പുറംഭാഗമെല്ലാം നിരീക്ഷിച്ച് അകത്തേക്ക് കയറി. റാമിനെ പോലീസ് അന്വേഷിച്ച് നടക്കുന്നതിനാൽ അവന്റെ അറസ്റ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോയി. കൂടെ അവനെതിരെയുള്ള തെളിവുകൾ ഏൽപ്പിച്ചു. റാം കയ്യിൽ വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറുമ്പോൾ അവരെ പകയോടെ നോക്കി. ഓടാ, കിച്ചു അവനെ നോക്കി മൊഴിഞ്ഞു. റാം വിലങ്ങ് വെച്ച കൈഞ്ഞരിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ കിച്ചു തലയിൽ കൈത്താങ്ങി പിൻസീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. എന്താണ് തലവേദനിക്കുന്നുണ്ടോ? കാശി ചോദിക്കുമ്പോൾ അവൻ പതിയെ കണ്ണു തുറന്നു. ചെറുതായിട്ട്. അടുത്തേണ്ട മെഡിക്കൽ ഷോപ്പിൽ നിന്നും വേദനക്കുള്ള ടാബ്ലറ്റ്സ് വാങ്ങി കിച്ചുവിന് കൊടുത്തു. അത് കുടിച്ച് അവൻ കണ്ണടച്ച് കിടന്നു. കാശിയുടെ വീട്ടിലേക്കാണ് അവർ പോയത്. കാശിയുടെ കൈ അവർ കാറിൽ വെച്ച് തന്നെ ഡ്രസ് ചെയ്തിരുന്നു. കാശി സ്ലീവ് താഴ്ത്തിയിട്ടുകൊണ്ട് പെട്ടെന്ന് കാണാൻ കഴിയില്ല. കിച്ചുവിനെയും കാശിയും കാശിയുടെ വീട്ടിലാക്കി ബാക്കിയുള്ളവർ പോയി. കിച്ചുവും കാശിയും വേഗം അകത്തേക്ക് കയറി. ഹാളിൽ ബാക്കിയുള്ളവരുടെ കൂടെ വൈഷു ഉണ്ടായിരുന്നു. അമ്മ പൂജാമുറിയിലായതുകൊണ്ട് അവർ വരുന്ന കണ്ടില്ലായിരുന്നു. കാശി അവർക്കൊന്നും മുഖം കൊടുക്കാതെ റൂമിലേക്ക് പോയി. തന്നെ ഒറ്റയ്ക്കിട്ട് പോയത് കണ്ടതും കിച്ചു അവനെ നന്നായിട്ട് മനസ്സിൽ സ്മരിച്ചു. മാളു പിന്നെ കാശിയുടെ പോക്ക് കണ്ടപ്പോൾ തന്നെ എന്തുകൊണ്ടെന്ന് ഊഹിച്ച് പിന്നാലെ വെച്ച് പിടിച്ചു. അയ്യോ, ഇതെന്താ മുഖത്ത്? കിച്ചുവിന്റെ മുഖത്ത് നിവർത്തി കിടക്കുന്ന പാട് കണ്ടതും വൈഷു വേവലാതിയോടെ ചോദിച്ചു. അപ്പോഴാണ് അക്വാവി അത് കാണുന്നത്.
എന്തു പറ്റി ഏട്ടാ? അവർ രണ്ട് ചോദിച്ചു. കിച്ചു മിണ്ടലിന്ന് ആംഗ്യം കാണിച്ചു. ഇതാ റാമിനിട്ട് പണിയുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടിയതാ, പേടിക്കണ്ട. അവർ പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നു. കിച്ചു പിന്നെ പറയാന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. വൈശു അപ്പോഴും വേവലാതിയോടെ അവനെ നോക്കുന്നുണ്ട്. അവന് പാവം തോന്നി. കിച്ചു അവളെയും പിടിച്ച് മുകളിലേക്കുള്ളൊരു മുറിയിലേക്ക് ചെന്നു. അവൾ അവന് മുഖത്ത് മരുന്ന് പുരട്ടിക്കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് അവന് ചീത്തയും പറയുന്നുണ്ട്. കിച്ചു സഹികെട്ട് അവളെ മടിയിലേക്ക് വലിച്ചിട്ടു. അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. എന്താടി, എന്തിനാ ഇങ്ങനെ അടിക്കു പോകുന്നു? ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പം അത് അടുത്തത്. പിന്നെ നീ എന്താ പറയുന്നത്? ഇത്രയൊക്കെ ചെയ്തു വെച്ച് അവനെ വെറുതെ വിടണമെന്നാണോ? അവൻ എല്ലാ കാര്യവും പറഞ്ഞു. വൈശു ഒന്നും ഉണ്ടായിരുന്നു. നീ പറ വൈശു, ഞാൻ അവനൊന്നും കൊടുക്കാൻ വിടുന്നത് ശരിയാണ്? അല്ലെങ്കിൽ അവന് പകരം ഞാൻ അകത്ത് കിടക്കേണ്ടി വന്നേനെ. സോറി, ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതാ. സോറി ഒന്നും വേണ്ട, വേറൊന്നും മതി. അവൻ അവളുടെ ചുണ്ടിലേക്ക് നോക്കി പറഞ്ഞു. വൈശു പിടഞ്ഞെഴുന്നേൽക്കാൻ നോക്കി. പക്ഷെ കിച്ചു വിട്ടില്ല. വേണ്ട. അവന്റെ മുഖം അടുത്തേക്ക് വന്ന് അവൾ പതറിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ കിച്ചു അവളുടെ പിൻകഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് അധരങ്ങൾ കവർന്നിരുന്നു. വൈശു അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി. ദീർഘ ചുംബനത്തിനിടെ അവന്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ വയറിൽ തഴുകി. അവന്റെ സ്പർശം അറിഞ്ഞത് വൈശു പിടഞ്ഞു മാറി. കിച്ചു ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി. വൈശു അവന്റെ നോട്ടം താങ്ങാനാവാതെ ആ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവനും. കാശി ആർക്കും മുഖം കൊടുക്കാതെ മുകളിലേക്ക് കയറിച്ചത്. ആരും മുറിവാണ് ഇടയാവരുതെന്നായിരുന്നു അവന്റെ പ്രാർത്ഥന. കാരണം എങ്ങനെ പറ്റി, എന്തു പറ്റിയെന്ന ചോദ്യങ്ങൾക്ക് സത്യം പറയാൻ പറ്റില്ല. അവൻ വാർഡ്രോബിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞത് വാതിൽ നിൽക്കുന്ന മാളുവിനെ കണ്ടു. അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ വേഗം തന്നെ ബാത്റൂമിലേക്ക് കയറി. മാളുവിന് അവന്റെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന്, അല്ലെങ്കിൽ തനിക്ക് മുഖം തരാതെ അവൻ പോകില്ലെന്ന്. അവൻ കുളിച്ചിറങ്ങുന്നവരെ അവിടെ തന്നെ ഇരുന്നു. ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടായിരുന്നു അവൻ ഇട്ടിരുന്നു, മുറിവ് കാണാതിരിക്കാനായി. കുളിച്ചിറങ്ങിയിട്ട് അവൻ മാളുവിനെ നോക്കാത്ത അവസ്ഥ തന്നെയായിരുന്നു. മാളുവിനെ ശ്രദ്ധിക്കാതെ അവൻ അവളെ കടന്നുപോയി. അവൻ ടവൽ വിരിച്ചിടുമ്പോഴെല്ലാം മാളു അവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വലത്തെ കൈക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളവർ തോന്നി. ഒപ്പം ആകെ മൊത്തത്തിലൊരു പരിങ്ങിക്കളിയും. മാളു കാശിയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. അവൻ പെട്ടെന്ന് നിന്നെങ്കിലും വീണ്ടും അവൾ നോക്കാതെ ടേബിളിൽ നിന്ന് ഫോണും എടുത്ത് ബെഡിലേക്ക് ചെന്നിരുന്നു. മാളു അവന് വിടാൻ ഒട്ടും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. കാശി, മാളു വിളിച്ചു. അവൻ പതിയെ തലയുയർത്തി നോക്കി. എന്താണെന്നുള്ള രീതി കാര്യം ഏകദേശം മനസ്സിലായെങ്കിലും ഒന്ന് പിടിച്ചിക്കാനുള്ള ഒരടവ്, അല്ലാതെന്താ. ഇനെന്താ ഈ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടിരിക്കുന്നത്? ഇത് ഇടാൻ ഇഷ്ടമല്ലല്ലോ, ഇപ്പം എന്ത് പറ്റി? അത് എനിക്കൊന്ന് ഇടാൻ തോന്നി, അത്ര തന്നെ. ശബ്ദത്തിലൊരു പരിങ്ങലുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് മാളുവിന് മനസ്സിലാവുകയും ചെയ്തു. അവൾ അവനെ ഒരു പുരികുയർത്തുനിന്ന് കലിപ്പിച്ച് നോക്കി. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? കള്ളം പറയുമ്പോഴേ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ പറയണം. ഇതിപ്പോൾ ഈ മോന്തണ്ട ആർക്കാരും മനസ്സിലാവും കള്ളാണെന്ന്. കാശിയെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാണ്ടിരുന്നു. കാശിയേട്ടാ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നോട് പറയാതിരിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളു? വന്നത് തൊട്ട് എന്നെ നോക്കുന്ന പോലും ഇല്ല. എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ നോക്കുകയാണ് ഇനി. അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു. മാളു, നീ എന്തിനെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു. നിന്നെ ഒഴിവാക്കാനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുക. വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ദേഷ്യം പിടിപ്പിക്കരുത്. കാശി ദേഷ്യത്തോടെ അവളുടെ നേരെ തിരിഞ്ഞെന്നോട് പറഞ്ഞു. പിന്നെ എന്താ പ്രശ്നം? എന്നോട് പറയാത്ത എന്താ? എന്താ എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത്? മാളു, എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ പെരുമാറാൻ പറ്റുന്നിരിക്കില്ല. മൂഡ് സിങ്സ് ഒക്കെ ഉണ്ടാകുന്നിരിക്കാം. എൻ്റെ മൂഡ് ഇപ്പോൾ ശരിയല്ല. അതിനൊരു സം പേഴ്സണൽ ടൈം. നമുക്ക് കുറച്ചേരം സംസാരിക്കാം. നീ ഇപ്പോൾ താഴേക്ക് ചെയ്യും. പിന്നെ കിച്ചൺ ഇവിടെ ആയിരിക്കും. നീ ഗസ്റ്റ് റൂം ശരിയാക്കിയിട്ടേക്ക്. അവൻ പറയുന്നത് ശരിയാണെന്ന് മാളുവിന് തോന്നി. അവൾ ശരിയെന്ന് തലയാട്ടി താഴേക്ക് ചെന്നു.